എന്നാൽ ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് സുബ്ഹാനല്ലാഹ് ബാപ്പമാര് കൊതുകിന്റെ കടിയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നത്, ബാപ്പ നാടും വീടും വിട്ടിട്ട് കഫീലിന്റെ ആട്ടും തുപ്പും വാങ്ങിയത്, ബാപ്പയതാ വിയർത്ത് മുങ്ങിയത്, ബാപ്പ ചെയ്ത സേവനങ്ങൾ നമ്മളെ പോറ്റി വളർത്താൻ അത് ചെറുപ്പക്കാര് മറന്നുപോയി. അന്യനാട്ടിലെത്തിയിട്ട് അവനെ പറഞ്ഞേച്ചത് ബാപ്പ, അതുവരെ വളർത്തിയത് ബാപ്പ, അതുവരെ കുപ്പായവും തുണിയും വാങ്ങിച്ചു കൊടുത്തത് ബാപ്പ, ഭക്ഷണം കൊടുത്തത് ബാപ്പ, ചികിത്സ നടത്തിയത് ബാപ്പ. ആ ബാപ്പയിൽ നിന്ന് വിദേശത്ത് പോയി അവന്റെ കയ്യിൽ കുറച്ച് കാശ് വന്നിട്ട് അതാ ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി, വീട്ടിലൊരു ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി ഒരു ചെറിയ തുകയും അയച്ചു കൊടുക്കുമ്പോഴേക്ക് ബാപ്പ ഇവന്റെ അടിമയായി എന്ന തോന്നലാണ്. അഹങ്കാരിയായ മനുഷ്യ, നന്ദിയില്ലാത്ത മനുഷ്യ. നേതാവായ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കൊന്ന് കേൾക്കൂ, അന്ത വമഹലുകലി അബീക്, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ്. ഇത് പറഞ്ഞതുകൊണ്ട് രക്ഷിതാക്കളെ, നാളെ മുതൽക്ക് നിങ്ങളെ മക്കളെ സ്വത്തൊന്നും നിങ്ങൾ പിടിച്ചെടുക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് അത് നിങ്ങൾ പിടിച്ചെടുത്തിട്ട് അനുജന് കൊടുത്താൽ, ചേട്ടന് കൊടുത്താൽ, പെങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾ കുറ്റക്കാരാകും. പക്ഷേ ബാപ്പയ്ക്ക് കഴിവില്ലാത്ത സമയത്ത് ബാപ്പയ്ക്ക് ചെലവിന് കൊടുക്കൽ നിനക്ക് നിർബന്ധമാണ് മോനെ. ബാപ്പയ്ക്ക് തുണിയെടുത്തു കൊടുക്കൽ നിർബന്ധമാണ് മോനെ. ഉമ്മാനെ പോറ്റൽ നിർബന്ധമാണ് മോനെ. നിന്നെ പോറ്റി വളർത്തിയവർക്ക് നന്മ ചെയ്യൽ നിർബന്ധമാണ്. എത്രത്തോളം അവർ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും, നിന്റെ അച്ഛൻ മുസ്ലിം അല്ലെങ്കിൽ പോലും നീ അവർക്ക് ഗുണം ചെയ്തേ പറ്റൂ. അച്ഛൻ മുസ്ലിം അല്ല, പക്ഷേ നീ ഇസ്ലാമിലേക്ക് വന്നു. നിന്റെ അച്ഛൻ ജനിക്കത്തിൽ ജീവിക്കുമ്പോ നീ അച്ഛനെ സംരക്ഷിക്കണം. ഇസ്ലാമിന് വർഗീയതയില്ല. ഇസ്ലാം എന്താന്ന് പഠിക്കണം. ഇസ്ലാമിന് വർഗീയതയില്ല. فإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي. ഖുർആൻ പറഞ്ഞത് കണ്ടോ, അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ അവരാദർശത്തിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ നീ പോകണ്ട. നിനക്ക് ആശയ സ്വാതന്ത്ര്യമുണ്ട്, നീ അവരാശയത്തിൽ പോകണ്ട. പക്ഷേ അവർക്ക് നീ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ, ദുന്യാവിന് നല്ല നിലയ്ക്ക് പെരുമാറണേ. ആശയം വ്യത്യാസമുണ്ടെങ്കിൽ പോലും ബാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്യണമെന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. ബാപ്പയോട് നന്ദിയില്ലാത്ത മക്കളാകരുത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഓ കാര്യമായിട്ട് മുസ്ലിയാര് വന്ന് പറഞ്ഞൊരു കാര്യം, മക്കളെ സ്നേഹിക്കണം. മുസ്ലിയാരെ പറയേണ്ടിയുണ്ട്. നിങ്ങളുടെ ഉമ്മാർക്ക് എന്നോട് സ്നേഹമില്ലേ എന്ന് ചില ഉമ്മാർക്ക് ഇപ്പൊ തോന്നും. എന്റെ ഉമ്മാർക്ക് എന്നോട് അങ്ങേറ്റത്തെ സ്നേഹമുണ്ട്, എനിക്ക് ഉമ്മാനോടുണ്ട്. അത് എല്ലാവർക്കും പോകണമെന്നാ പറയുന്നത്. അതെ അങ്ങനെ പറയാൻ, അതെ അങ്ങനെ പറയാൻ. ചില ഉമ്മാർക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകും, പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തായി, ഇളയ മകന് കൊടുക്കാതെ മൂത്ത മകന് മാത്രം സ്വത്ത് കൊടുത്തു, അല്ലെങ്കിൽ മൂത്ത മകന് കൊടുക്കാതെ ഇളയ മകന് മാത്രം സ്വത്ത് കൊടുത്തു, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൊടുക്കാതെ പെൺകുട്ടിക്ക് കൊടുത്തു, പെൺകുട്ടിക്ക് കൊടുക്കാതെ ആൺകുട്ടിക്ക് കൊടുത്തു. ചില ബാപ്പയും ചെയ്യുന്ന പണിയാണ്. നാശമാണ്, നാശം. നുഅ്മാൻ ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബശീർ റളിയല്ലാഹു അൻഹുവിന് ഒന്നിലധികം ഭാര്യമാര്. അപ്പോ ഒരു ഉമ്മയുടെ കൂട്ടത്തിൽ മക്കളുണ്ട്, മറ്റേ ഉമ്മയുടെ കൂട്ടത്തിൽ മക്കളുണ്ട്. ബശീർ റളിയല്ലാഹു അൻഹു ഒരു ഉമ്മാന്റെ ഒരു ഭാര്യന്റെ കുട്ടിയാണ്. മൂപ്പർക്ക് സ്വത്ത് കൊടുത്തു വാപ്പ. അപ്പൊ അത് ഉമ്മ അറിഞ്ഞു. സാധാരണ നിൽക്കും ഒരു ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ടായിട്ട് ഒരു ഭാര്യന്റെ കുട്ടിക്ക് ബാപ്പ സ്വത്ത് കൊടുത്താല് ആ ഭാര്യക്ക് വലിയ ആഹ്ലാദം ഉണ്ടാവും. എന്റെ മകന് കിട്ടിയല്ലോ. കിട്ടിയത് മാത്രമല്ല, കിട്ടിയതിനേക്കാളും സന്തോഷം ഉണ്ടാവും മറ്റേ ഭാര്യന്റെ മക്കൾക്ക് കൊടുക്കാതിരുന്നാൽ.
അങ്ങനെയാ സാധാരണ പെണ്ണുങ്ങൾ. അതേ സമയത്ത് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹുവിന്റെ ഉമ്മ സഹാബിയത്തായ വനിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച പെണ്ണാണ്. ആ പെണ്ണ് പറയുന്നില്ല, എന്റെ മകന് കൊടുത്ത സ്വത്ത് എന്റെ മകൻ സ്വീകരിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് വേറെയും മക്കളുണ്ട്, അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല. മോനെ, ബാപ്പ തന്നത് വാങ്ങണ്ട. മറ്റുള്ള മക്കൾക്കും അതുപോലെ കൊടുക്കുന്നില്ലെങ്കിൽ വാങ്ങണ്ട. വാങ്ങുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം തരണം. നീ ചോദിക്ക്, നബിയോട് ചോദിക്ക്, സമ്മതം ഉണ്ടെങ്കിൽ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ വേണ്ട. അതാണ് ഇഖ്ലാസുള്ള പടച്ചവരെ പേടിക്കുന്ന പെണ്ണുങ്ങൾ. പെണ്ണ് കെട്ടുമ്പോ പൊന്നത്തിലുണ്ട് എന്നല്ല നോക്കണ്ട, പിന്നെ ദീനത്തിലുണ്ട് എന്നാ നോക്കണ്ട. ഇവിടൊക്കെ എനിക്കറിയില്ല, ചിലത്തൊക്കെ ഒരു പെണ്ണ് ഒരു വിവാഹം, ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ 15 പവന് 20 പവനൊക്കെ കൊടുക്കണോ ഒരു പെൺകുട്ടിന്റെ കല്യാണത്തിന്. ഇവിടൊക്കെ അതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണ്ടേ. കൂടിപ്പോയോ? എത്ര ഉണ്ടാവും? 50-100 എന്തിന്? കഴുത്ത് വേദനയോ? പിന്നാരില്ല. ഓ ഉമ്മമാരെ, നിങ്ങൾ മക്കൾക്ക് പ്രേരണ നൽകണം. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് പ്രേരണ നൽകണം. പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ അടുക്കള നിറയരുത്. ആ പെൺകുട്ടികൾ, ദീനുള്ള പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണം. നിന്റെ മകൻ സുബഹിക്ക് ഉറങ്ങിപ്പോയാൽ വിളിച്ചുണർത്തുന്ന മകള് വേണം. ആ മരുമകൾ നിന്റെ മകനെ സ്വർഗത്തിലെത്തിക്കും. നിന്റെ മകൻ സിനിമയ്ക്ക് പോകാൻ വിളിക്കുമ്പോ ഞാനില്ലെന്ന് പറയുന്ന മരുമകള് വേണം. നിന്റെ മകൻ കള്ളു കുടിക്കാൻ തോന്നുമ്പോ പറ്റില്ല എന്ന് പറയുന്ന മരുമകൾ വേണം. ശരീരം മറക്കാതെ ശരീരത്തിന്റെ ഭംഗിയും പ്രകടിപ്പിച്ച് മോട്ടോർ സൈക്കിളിന്റെ മേലെ കൊണ്ട് വിലസാനിറങ്ങുമ്പോ ഞാനതിനില്ല, എന്റെ ഭർത്താവായ നിങ്ങൾക്ക് എന്റെ ഭംഗി മുഴുവനും ആസ്വദിക്കാം, വേറെ പുരുഷൻ ആസ്വദിക്കാൻ ഞാനില്ല എന്ന് പറയുന്ന പെൺകുട്ടി വേണം. അത്യാവശ്യത്തിന് പെൺകുട്ടി ഭാര്യനെയും കൂട്ടിയിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും വാഹനത്തിൽ പോയി കൂടാന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മോട്ടോർ സൈക്കിൾ കൊണ്ട് വിലസുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വല്ലാത്ത പേരാറാ. എന്റെ ബാപ്പ സൈക്കിൾ കയറുന്ന ഇഷ്ടം തന്നെയല്ല. ബാപ്പ മരിച്ചു, അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കട്ടെ. കാരണം ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒറ്റ ഒരു 5 മിനിറ്റ് ഞാൻ ആലോചിച്ചാൽ ഒരു 25 ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞുതരാം മോട്ടോർ സൈക്കിൾ വന്ന് വീട് മരിച്ചു പോയി. അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കട്ടെ. കേട്ടിട്ട് ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഉസ്താദുമാരൊക്കെ മോട്ടോർ സൈക്കിൾ വന്ന് വീണ് മരിച്ചാൽ ആർക്കും വിചാരിച്ചിട്ട് സൈക്കിൾ കൊണ്ട് കളിക്കണ്ട. സൈക്കിൾ കൊണ്ട് കളിച്ചിട്ട് മരിച്ചാൽ ആത്മഹത്യ ചെയ്ത് തെറ്റാണ്, ആത്മഹത്യ ചെയ്ത തെറ്റാണ്. അതേ സമയത്ത് അപകടത്തിൽ, വാഹനാപകടത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തകരും നേതാക്കളും ഞങ്ങളെ സഹകാരികളും ആര് അപകടത്തിൽ മരിച്ചവരെ ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ചിന്തിക്കണം. കല്യാണം കഴിപ്പിക്കുമ്പോ ദീനുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം. പണവും പണ്ടവും നോക്കിയിട്ട് ഏതെങ്കിലും നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത, അതമില്ലാത്ത, ഗുരുത്വമില്ലാത്ത, തഖ്വയില്ലാത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കരുത്. നമുക്ക് വല്ല പാളിച്ചയും പറ്റിയാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമുക്ക് അത് തിരുത്തിത്തരുന്ന, നമ്മൾ നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയാൽ വിളിച്ചുണർത്തുന്ന നല്ല പെൺകുട്ടികൾ, അതല്ലേ അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅതു സ്സാലിഹാ. ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ വിഷയം അത് സാലിഹത്തായ ഭാര്യയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സമ്മതിച്ചില്ല. ബാപ്പ സ്വന്തം മകന് സ്വത്ത് കൊടുക്കുമെന്ന് നബി തങ്ങളോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിച്ചപ്പോ
തങ്ങളുടെ ചോദ്യം, ബഷീറേ, നിങ്ങൾക്ക് വേറെയും മക്കളില്ലേ? ഉണ്ട് നബിയെ. എല്ലാ മക്കളും നിങ്ങളോട് ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആശയില്ലേ? ഉണ്ട് നബി. എല്ലാ മക്കളും എന്നോട് ഒരുപോലെ സ്നേഹം കാണിക്കണമെന്നാണ് ആശ. എന്നാൽ നുഅ്മാനിന് കൊടുത്തത് തിരിച്ചു വാങ്ങൂ ബഷീറേ. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കരുത്. എന്തൊരു മതമാണ് ഇസ്ലാം! മനുഷ്യ ജീവിതത്തിന് സന്തോഷത്തിന് വക നൽകുന്ന നിയമങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ മനക്ലേശത്തിന് വക വരുന്ന എല്ലാ വിഷയങ്ങളെയും നിരാകരിച്ച മതമല്ലേ ഇസ്ലാം? ഓ ഉമ്മമാരെ, ഗ്യാസിന്റെ അടുപ്പില്ലേ നിങ്ങളെ വീട്ടിൽ? ആ ഗ്യാസ് അടുപ്പ് പൂട്ടാതെ കിടന്നുറങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം കണ്ടില്ലേ? തിരിവിളക്ക് കത്തിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ജനങ്ങളെ, തിരിവിളക്കടക്കാതെ നിങ്ങൾ വീട്ടിൽ വാതിലടിച്ച് കിടന്നുറങ്ങരുത് കേട്ടോ. ചുണ്ടലികൾ അത് അടിച്ചു കൊണ്ടുപോയി നിങ്ങളെ വീട് തന്നെ നശിപ്പിച്ചാൽ നിങ്ങൾ കത്തി നശിച്ചു പോകുമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് പാഠം പഠിച്ചതാണ് നിങ്ങളോട് പറഞ്ഞത്. അതാ ഗ്യാസ് അടുപ്പ് കൂട്ടാതെ കിടന്നുറങ്ങരുത്. തിരിവിളക്ക് നാശമാണ്. ഉറങ്ങുമ്പോൾ കിടത്തിയില്ലെങ്കിൽ നാശമാണ്. അതിനേക്കാൾ നാശമല്ലേ അതാ ഗ്യാസ് അടുപ്പ് കൂട്ടാതെ ഓഫാക്കാതെ കിടന്നുറങ്ങിയാൽ. ഇസ്ലാം വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച മതമല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച മതമല്ല. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ സർവ്വ വിഷയങ്ങളും ഒരുപോലെ പഠിപ്പിച്ച, ലോകത്ത് തുല്യതയില്ലാത്ത പടച്ചറപ്പ് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഓ ഉമ്മമാരെ, നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ മക്കള് കല്യാണം കഴിച്ച് പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ ആ പെൺകുട്ടിയോട് സ്വകാര്യത്തിൽ ഒരു സന്തോഷത്തിന്റെ ഉപദേശം. മോളെ മോളെ നീ എന്റെ ഈ വീട്ടിൽ ഇപ്പൊ വന്നേല്ലേ? മുമ്പ് മകളിവിടെ വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ട് വന്നേല്ലേ? മകൾ ഒരു വിഷമിക്കണ്ട. മകളക്ക് സ്വന്തം ഉമ്മാനേക്കാൾ ഞാൻ ഒക്കെയാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്ത് തെറ്റിപ്പോയാൽ ഞാൻ പറഞ്ഞു. തെറ്റിപ്പോന്നൊന്നും പഠിക്കണം. വീട്ടു ജോലി അറിയില്ല, ഞാൻ പഠിപ്പിച്ചു. ഒന്നും പഠിക്കും. ഞാൻ പറയും പോലെ മോള് ജീവിച്ചാൽ മതി. എന്റെ മകനെ, എന്റെ മകൻ പറഞ്ഞാല് ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, ചിലപ്പോ സ്വഭാവവും സംസാരവും ഒന്നും ചിലപ്പോ ചൊവ്വുണ്ടായിക്കൊള്ളണമെന്നില്ല. കുട്ടികളല്ലേ. അതുകൊണ്ട് അവനെന്തെ വേണ്ടാത്ത പറഞ്ഞാല്, എന്റെ വേണ്ടാത്ത ചെയ്താല് മോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ശരിയാക്കിയിട്ടില്ല അവനെ. ഇനി ഒരു പേടി പഠിക്കും. ഇങ്ങനെ എന്റെ ഉമ്മമാരെ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയോട് നിങ്ങൾ അന്നോ പിറ്റെന്നോ മറ്റൊരു ദിവസമോ നിങ്ങളൊന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്തൊരു സമാധാനമാണ്, എന്തൊരു റാഹത്താണ്. ആ പെൺകുട്ടിയുടെ ബാപ്പയോ ഉമ്മയോ അമ്മാമനോ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞ് പെൺകുട്ടിയെ കാണാൻ വരുമ്പോ സുകാര്യത്തിൽ ഒന്ന് കിട്ടണം. എന്തെല്ലാം ഒരേ ഹാലിന്ന് ചോദിക്കാനും എങ്ങനെ ഇപ്പൊ പഠിച്ചവരെ സുകാര്യത്തിൽ കിട്ടുക എന്റെ മോളെ എങ്ങനെയാലോ ഒരു മൂലയിൽ പിടിച്ചു കൊണ്ടുപോയി സുകാര്യത്തിൽ. എങ്ങനെയുണ്ട് ഉമ്മ, എങ്ങനെയുണ്ട് വാപ്പ? അപ്പൊ ഈ പെൺകുട്ടീന്റെ മറുപടി, പൊരയിലുമ്മാനേക്കാൾ എത്തില്ലോ നല്ല വിധിയില്ല. കാരണം ഉമ്മാന്റെ അടി ഒരുപാട് കിട്ടിയതാ. കുറച്ചൊക്കെ അടിക്കുകയും വേണം കുട്ടികളെ. നല്ല കുട്ടികൾ തന്നോളൂ. അതിപ്പോ വെറുപ്പിടിച്ചിട്ട് അടിച്ചതാ, അന്നാൻ വേണ്ടി അടിച്ചതാ. ഇരിക്കട്ടെ, ഉമ്മയേക്കാൾ നല്ല ഉമ്മ, ബാപ്പയേക്കാൾ നല്ല ബാപ്പ, ആങ്ങളേക്കാൾ നല്ല ഭർത്താവ്. ഈ ഒരു മറുപടിയെ പെൺകുട്ടി പറഞ്ഞു കിട്ടിയാൽ ആ അധ്വാനിച്ച ബാപ്പയ്ക്ക് എന്തൊരു സന്തോഷമാണ്. അത് പോയി വിട്ടിപ്പറയുമ്പോ ഉമ്മാന്റെ കണ്ണിന്ന്, സ്വന്തം ഉമ്മാന്റെ കണ്ണിന്ന് ഭർത്താവിന്റെ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞുപോയി. അങ്ങനെയുള്ള ഉമ്മമാരാകണേ ഉമ്മമാരെ. നേരെ മറിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ആ പെൺകുട്ടിക്ക് എന്തുണ്ട് കുറ്റവും കുറവുമെന്ന് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചിട്ട് വിളിക്കുന്ന ഫോണൊക്കെ ഇവളെ കുറ്റം, എഴുതുന്ന കത്തൊക്കെ ഇവളെ കുറ്റം. സുബ്ഹാനല്ലാഹ്, മകന്റെ ഭാര്യന്റെ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഉമ്മമാരാകരുത്. അങ്ങനെ ജീവിക്കുന്ന പെങ്ങന്മാരാകരുത്. ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് മനസ്സമാധാനം കൊടുക്കുന്ന ഉമ്മമാരാകണം. ഓ ചെറുപ്പക്കാർ,
ആരാ? നീയതാ മോങ്ങത്തുനിന്ന് വരുമ്പോ നല്ല മധുരനാരങ്ങ അവിടെ വെച്ചിട്ടതാ ഒരു വണ്ടിക്കച്ചവടക്കാരൻ വിൽക്കുന്നു. കിലോന് വില ചോദിച്ചപ്പോ അങ്ങാടിയിലുള്ളതിനേക്കാൾ വില കുറവുണ്ട്. നല്ല മധുരമുള്ള നാരങ്ങ 2 കിലോ വാങ്ങി എടുത്തു. വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഭാര്യ ഏതാ നിന്നോട് നാരങ്ങ സ്വീകരിക്കാനിരിക്കുന്നു. കൊടുക്കരുതേ കുട്ടികളെ, ഭാര്യന്റെ കയ്യിൽ കൊടുക്കരുത്. ഉമ്മയുണ്ടവിടെ ഇരിക്കുന്നു, ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് ഉമ്മ വിതരണം ചെയ്യട്ടെ. ഒന്ന് നിന്റെ ഭാര്യക്കും കൊടുക്കട്ടെ, ഒന്ന് ചേട്ടന്റെ ഭാര്യക്കും കൊടുക്കട്ടെ, പെങ്ങന്മാർക്കും കൊടുക്കട്ടെ, നിനക്കും തരത്തെ ബാപ്പക്കും കൊടുക്കട്ടെ. ഉമ്മാക്ക് വലിയ സന്തോഷമായി പോയി. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മകൻ ഇപ്പോഴും പരിഗണിക്കുന്നത് എന്നെ തന്നെയാണ്, ബഹുമാനിക്കുന്നത് എന്നെ തന്നെയാണ്, എന്തും വിതരണം ഞാൻ തന്നെയാണ്. ഇവള് വന്നിട്ട് ഇപ്പോൾ അവനെ ഭരിക്കുന്ന കാലമായിട്ടില്ല. ആ ഉമ്മക്ക് എന്തൊരു സന്തോഷമാണ്. നേരെ മറിച്ച് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഭാര്യന്റെ കയ്യിൽ നീ ഓറഞ്ച് കൊടുത്തിട്ട് ഒന്ന് ഉമ്മാക്ക് കൊടുക്കുമ്പോ ഉമ്മാന്റെ മുഖം പാടി, ഓ ഇവളാണോ ഇപ്പൊ ഇവിടെ ഭരണം, എനിക്ക് ഇവള് തന്നിട്ട് വേണോ, ഇവളെ ഇവിടുന്ന് തുരത്തിയേ പറ്റൂ. ഉമ്മാന്റെ മനസ്സിൽ ശൈത്താൻ കയറിയത് നിന്റെ അപാകതയാണ് കേട്ടോ. മനസ്സമാധാനമുള്ള കുടുംബജീവിതം വേണം, മനസ്സമാധാനമുള്ള സാമൂഹ്യ ജീവിതം വേണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ചെറുപ്പക്കാരെ ചിന്ത വേണം. ലക്ഷദ്വീപിൽ ഒരു സ്ത്രീ എനിക്ക് കത്തയച്ചു. എന്താ കത്തിലുള്ളത്? സിറാജുല്ലേക്ക് നേർച്ച ചെയ്തിട്ട് പലരും വിളിക്കും, ചിലരും നേർച്ച ചെയ്തിട്ട് കത്തയക്കും. ഒരു സ്ത്രീയുടെ കത്ത് ഉസ്താദേ കേൾക്കണം. എന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ ഉദ്യോഗസ്ഥയാണ്, നല്ല ശമ്പളമുണ്ട്, സുഖസുന്ദരമായ ജീവിതമാണ്, വലിയ സന്തോഷത്തിലുള്ള ജീവിതമാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുഴപ്പമാണ്. ഒരു ദിവസം എന്റെ ഭർത്താവ് എന്നോട് വളരെ സന്തോഷത്തിൽ ഒരു സമയത്ത് ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നീ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്നൊന്നും പറ്റില്ല. നിന്നോട് ആവർത്തിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കൈ തൊട്ടുപോയിട്ടുണ്ട്, വേറെ ഒന്നും നടന്നിട്ടില്ല. അതിന്റെ ശേഷം എന്റെ ഭർത്താവിന് നേരത്തെ ഉള്ളതുപോലെയുള്ള സ്നേഹമില്ല. നല്ല മനുഷ്യനാ ഭർത്താവ്, ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭർത്താവിന്റെ സ്നേഹം നശിച്ചു. പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, ഒരിക്കലും ഭർത്താക്കന്മാര് ഭാര്യമാരോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ചോദിച്ചാൽ പറയരുത്, ചോദിക്കരുത്, പറയരുത്. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുത്. എന്തിനായി പെൺകുട്ടിയോട് ചോദിച്ചത്? ഇവന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ, ഇവളെന്തോ തെറ്റിയിട്ടുണ്ടാവും, അതിന് അങ്ങനെ ചിന്തിക്കുന്നത്. തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു ഇതിങ്ങനെ വിചാരിക്കണം എന്ന് മാത്രം. എന്തിനാണ് ഇവരിങ്ങനെ അന്വേഷിച്ചത്? ഇങ്ങനെ അന്വേഷിക്കണം പാടില്ല. അന്വേഷിച്ചതും തെറ്റ്, ചോദിച്ചതും തെറ്റ്, തെറ്റിദ്ധരിച്ചതും തെറ്റ്. ഇനിയോ ചോദിച്ചാലോ? ചോദിച്ചാ പിന്നെ ഉസ്താദേ നമ്മളെന്താ പറയാ? ചോദിച്ചാ പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചാൽ ഭർത്താവിനോട് എന്താ പറയേണ്ടത്? ഭർത്താവിനോട് പറയണം, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, നിങ്ങൾ എങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു? പിന്നെ ഖിയാമത്തിനോ ചോദിക്കില്ല. നിങ്ങൾ തൊട്ടവും പറയണ്ട, തൊടാത്തോണ്ട. അതുകൊണ്ട് തൊടാൻ അനുമതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ അതിന് പടച്ചവനോട് കരഞ്ഞ് മാപ്പ് ചോദിച്ചോളണം, കണ്ണിന് വെള്ളമൊലിപ്പിച്ചോളണം, മനസ്സുകൊണ്ട് കേറിച്ചോളണം. ഇനി തെറ്റിയില്ലാതെ ഉറപ്പിച്ചോളണം, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. അതേസമയം ചെയ്ത തെറ്റ് പരസ്യപ്പെടുത്താൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഅ്. തെറ്റ് പരസ്യപ്പെടുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു തെറ്റും ആരും പരസ്യപ്പെടുത്തരുത്. ചെയ്തു പോയ തെറ്റിന് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് നന്നാകണം. അത് പരസ്യപ്പെടുത്താൻ പാടില്ല. കണ്ടില്ലേ, ആ കുടുംബജീവിതത്തിന് സ്നേഹം നശിച്ചില്ലേ? കാരണം ഇവന്റെ ചോദ്യമല്ലേ, മറുപടി പറഞ്ഞതിലുള്ള അപാകതയല്ലേ? പറയേണ്ടതുണ്ടോ, ചോദിക്കേണ്ടതുണ്ടോ? എന്തിനാണ് പരസ്പരം വിശ്വസിക്കുന്നതിന് എവിടെയാ തകരാറ്? ഓ സഹോദരന്മാരെ, പരസ്പര വിശ്വാസം വേണം. അത്തരത്തിലുള്ള ഒരു ചോദ്യവും ചോദിക്കരുത്. വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ.
ആരും ആരെയും കുറ്റം പറയരുത്. ഓ മുഅ്മിനീങ്ങളെ, വല്ലാത്ത ആഹ്സമാനില നമ്മുടെ ജീവിതം. എന്തേ? ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയാണ്. പേരോട് അബ്ദുറഹ്മാനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വേണമെന്ന് പറയാൻ. എവിടെ? ഏതോ ഒരു ജില്ലയിൽ, മലപ്പുറം ജില്ലയിലല്ല. മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. മലപ്പുറം ജില്ലക്കാരൻ ഒരാള്, അയാൾ എനിക്ക് യാത്ര ചെയ്യാൻ ഒരു കാർ വാങ്ങിത്തന്നു. മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ വാങ്ങിത്തന്നു. അള്ളാഹു ഈ ജില്ലയിലുള്ള എല്ലാ മുമ്പിലേക്കും അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ബർക്കത്തിയുണ്ട്. അതേസമയത്ത് ആ കാർ കൊണ്ട് ഞാൻ വേറൊരു ജില്ലയിൽ വാങ്ങുകയാണ്. അതിന് ജില്ലയിലുള്ളവരും ഉത്തരവാദിയല്ലോ കേട്ടോ. മക്കളിൽ അബൂജഹൽ ജനിച്ചത് ഉത്തരവാദിയല്ലോ. വളരെ നല്ല മനുഷ്യന്മാരുടെ സ്ഥലമാണ്. എനിക്ക് എന്റെ ഒരുപാട് അറിയോ, ഒരു കൂട്ടർ അവിടെ ഒരു യോഗം നടത്തുന്നുണ്ട്. ആ യോഗം നടത്തുമ്പോ ഞാനൊന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ സാധാരണ ഒരു വേദം കഴിഞ്ഞ് വേറെ വേദന എടുക്കുവാണ്. പോകുമ്പോ കുറച്ച് കുട്ടികൾ വന്നിട്ട് കുറെ മോട്ടോർ സൈക്കിൾ കൊണ്ട് ഇവര് ആനയിക്കലാക്കി. എനിക്ക് ഇത്ര പേർക്കുള്ള സംഗതി ഒരു ആനയിക്കലാക്കി. അത് ഈ മറ്റവരെ പരിപാടി നടക്കുന്നതിന്റെ അടുത്തൂടിയാ. ഞാനിതൊന്നും അറിയില്ല. ഞാൻ നേരെ പോയി കുറെ കിലോമീറ്റർ അപ്പുറം പോയി അവിടുന്ന് വേദം പറഞ്ഞ്, ഞാൻ വേദന സാധാരണ പറഞ്ഞ വേദല്ലാണ്ട് വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ പരിപാടി നടന്നതിന്റെ തൊട്ടടുത്തെത്തിയപ്പോ എന്ത് ചെയ്തു എന്നറിയോ? അവിടുന്ന് ആളെ കണ്ടെടുത്തിട്ട് എന്റെ ഈ വണ്ടി കയറിയിട്ട് 2 ഗ്ലാസ് പൊട്ടിച്ചു. 25,000 മേലുള്ള ഗ്ലാസ് പൊട്ടിച്ചു. എന്നോട് പല പ്രവർത്തകന്മാരും നേതാക്കന്മാരും വിളിച്ചു നിർത്തി കേസ് കൊടുക്കലേ. ഞാൻ ഒരു കേസ് കാരണം അള്ളാഹു തആല ഒരുത്തന്റെ മനസ്സിൽ തോന്നിപ്പിച്ച് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം, വേറൊരുത്തന്റെ മനസ്സിൽ തോന്നിപ്പിച്ച് ഒരു ഏറ് കൊടുക്കണം. എന്ത് കേസ്? ഒരു കേസ്. അള്ളാഹു തആല അവരെ നന്നാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അമ്മീ പറയാനൊരു മടി. അവർ നന്നായ അമ്മ എല്ലാവരെയും അല്ലാഹു നന്നാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, സാലിഹീങ്ങളെ പതിവെന്താണ്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുറ്റം പറയുന്നു. ആ വിവരം കേട്ടപ്പോ മൂപ്പരെന്ത് ചെയ്തു? ഒരു കൊട്ടയും എടുത്തു. കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. കൊട്ടയും ഈത്തപ്പഴവും കൊട്ടയും തലയിൽ വെച്ച് ഹസനുൽ ബസ്രി തങ്ങൾ കുറ്റം പറയുന്നവന്റെ പുറക്ക് പോയി. കുറ്റം പറയുന്നവൻ ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നീ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരുപാട് സൽക്കർമ്മങ്ങള് നീ അതാ എനിക്ക് വേണ്ടി എനിക്ക് ഹദിയ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നിനക്ക് എന്റെ വകയിൽ എന്തെങ്കിലും ഒരു ഹദിയ തരണ്ടേ? അങ്ങനെയാണ് ഞാൻ ഈ കൊട്ട നിറയെ ഈത്തപ്പഴം കൊണ്ടുവന്നത്. മോനെ, ഇത് കുറച്ചേ ഉള്ളൂ, കബൂൽ ചെയ്യണേ. ഇതാണ് സാലിഹീങ്ങളെ പതിവ്, ഇതാണ് ഔലിയാക്കളുടെ സ്വഭാവം, അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വിശാലമായ മനസ്സ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരിക്കലും തന്നെ ഗീബത്തും നമീമത്തും പറയുന്നവരാകരുത്. ഒരു സദസ്സിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരിങ്ങനെ പറയാണ്, ഉസ്താദേ, നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുണ്ട് മറ്റേയാള്. ഓ മോനെ, നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്കെന്താ? നമ്മളെ മനസ്സ് വേദനിക്കുന്നത് എവിടെയാണ്? നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് വേദനയില്ല. കാരണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് തരാനത് കാരണമായാലോ. നമുക്ക് വേദന എവിടെയാ? നമ്മുടെ വേദന നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മുമ്പല്ല് പൊട്ടി തെറിച്ച നേതാവ്, നമുക്ക് വേണ്ടി തലപൊട്ടിയിട്ട് രക്തം വന്ന നേതാവ്, നമുക്ക് വേണ്ടി കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച നേതാവ്, നമുക്ക് വേണ്ടി കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുമ്പോ എന്ന് പറഞ്ഞ് വരലേ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ സംഭവിച്ചതല്ലേ? ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ച ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയുമ്പോൾ വേദന സഹിക്കുന്നില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സഹിക്കുന്നില്ല. ആ നബി തങ്ങളെ മദഹ് പാടുമ്പോൾ
മൗലിദോദിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് പറയുന്നത് സഹിക്കത്തില്ല. അങ്ങനെ നിങ്ങളെ തവസ്സുലാക്കരുത്, ഇസ്തിഗാസ ചെയ്യരുത്, അവിടുത്തെ ഖബർ സിയാറത്തിന് യാത്ര ചെയ്യരുത് എന്ന് പറയുമ്പോ അത് നമുക്ക് സഹിക്കുന്നില്ല. നമ്മെ ആരെന്ത് ചീത്ത പറഞ്ഞാ നമുക്കെന്താണ്? ഓ മോമിനികളെ, വേദം വിളമ്പി പറവാൽ മടിച്ചാരെ വേദാമ്പരവർ വായിൽ തുപ്പി കൊടുത്തോവർ. നിബിധങ്ങൾ ഉപനീര് വായിൽ തുപ്പിക്കൊടുത്തിട്ട് വേറെ പറയൂ മോനെ എന്ന് പറഞ്ഞ് പൊരുത്തം കൊടുത്ത് പറഞ്ഞേച്ച മഹാനായ ഔദുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം സ്വീകരിച്ച കാഫിറായിരുന്നു എന്ന് മുജാഹിദ് അൽമനാറിൽ എഴുതിയത് കാണുമ്പോ നമുക്ക് സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചീത്ത പറഞ്ഞത് കാണുമ്പോ സഹിക്കുന്നില്ല. പടച്ച റബ്ബിന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ അവരെ ദോഷം പൊറുത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹ് കൊടുത്ത വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ ഖുതുബയും നിസ്കാരവും അത് കൊണ്ടുപോയി മലയാളത്തിലാക്കിയിട്ട് ആ മുഅ്മിനീങ്ങളെ ജുമാ ബാക്കിലാക്കുന്നത് കാണുമ്പോ അത് സഹിക്കുന്നില്ല. നമ്മളെ ആര് ചീത്ത പറഞ്ഞാൽ എന്താ, കല്ലെറിഞ്ഞാൽ എന്താ, ആ വകയിൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്നല്ലാതെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ ഗീബത്ത് പറയുന്നവരാകരുത്, നമ്മൾ നമീമത്ത് പറയുന്നവരാകരുത്, നമ്മളെ ശനി പറയുന്നവരാകരുത്, നമ്മളെ ഭീഷണിപ്പെടുത്തുന്നവരാകരുത്, നമ്മളെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, നമ്മൾ തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസ്സാരപ്പെടുത്തരുത്. SSFന്റെ പ്രവർത്തകന്മാരെ, SYSന്റെ പ്രവർത്തകന്മാരെ, നമ്മളൊരു പാർട്ടിയുടെ ഗുണകാംക്ഷികളോ അല്ലെങ്കിൽ എതിരാളികളോ അല്ല. നമുക്ക് പ്രത്യേക പാർട്ടികളൊന്നുമില്ല, ഒരു പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹവുമില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകന്മാരാണ്. ആ ദീനിന്റെ ഉപകാരമനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അല്ലാഹുവിനോടാണ് സ്നേഹം, അവന്റെ ഹബീബായ നബിതങ്ങളോടാണ് സ്നേഹം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണ് നമ്മുടെ ആദർശം. ആ ആദർശത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ ദീനീ പ്രവർത്തനം നടത്തണം. ആദർശ സമ്മേളനങ്ങൾ കേരളത്തിൽ 600 നടക്കുമ്പോ SYS ആദർശ സമ്മേളനങ്ങളിൽ ഓ മുഅ്മിനീങ്ങളെ നിങ്ങളൊക്കെ പങ്കാളികളാകണം. ഓ മുസ്ലിമീങ്ങളെ, SSFന്റെ കുട്ടികൾ അവരുടെ പരിപാടികൾ നടത്തുമ്പോ നമ്മൾ സഹകരിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയും ഇവിടെ അതിനു വേണ്ടി എന്തെങ്കിലും സാമ്പത്തികമായ കാര്യമുണ്ടാക്കാൻ ഇവിടെ പ്രവർത്തകന്മാരെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സഹകരിച്ചു കൊടുക്കണം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ് അവനെ സ്നേഹിച്ച് അവന്റെ പരിപൂർണ അടിമയായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ ചെറുപ്പക്കാരാ, കാഷ്ടത്തേക്കാൾ ഗൗരവമുള്ളൊരു നജസുണ്ട്, മൂത്രത്തേക്കാൾ ഗൗരവമുള്ളൊരു നജസുണ്ട്. ഏതാണ് ആ നജസ്? കാട്ടിച്ചാൽ അവിടെ വൃത്തിയാക്കണം. അതിനെന്താ പറയാ? കാട്ടിച്ചിട്ട് വൃത്തിയാക്കുന്നതിന് എന്താ പറയാ? ഞങ്ങളത് മനോഹരിക്കാൻ ഇവിടെ എന്താ പറയാ? മനോഹരിക്കാൻ ഇവിടെ എന്താ പറയാ? ശൗചം ചെയ്യാൻ വിചാരിച്ചു ഇവിടെ എന്താ പറയാ? എന്താ പറയാ? വൃത്തിയാക്കുക, വെള്ളം കൊണ്ട് വൃത്തിയാക്കുക. അത് നിർബന്ധമാണ്. എന്നാൽ വെള്ളം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ല, നിബന്ധന പ്രകാരം അതിന് പഠിക്കണം. നിബന്ധന പ്രകാരം കല്ലുകൊണ്ട് മെനയിക്കാം, ക്ലീനസ് കൊണ്ട് മെനയിക്കാം. ചിലപ്പോൾ പ്ലെയിനൊക്കെ ചിലപ്പോൾ അങ്ങനെ ആവശ്യമാണ്. ക്ലീനസ് കൊണ്ട് മെനയിക്കാം, ടിഷ്യൂ കൊണ്ട് മെനയിക്കാം. തുടച്ചാൽ നന്നായിട്ട് തുടച്ചാൽ മതി. അതിന് കുറെ നിബന്ധനയുണ്ട്. 3 പ്രാവശ്യം തുടക്കണം. ആദ്യത്തെ തുടക്കൽ, ഒന്നാമത്തെ തുടക്കലുണ്ട് പൂർണ്ണമായി നീങ്ങണം. അതുപോലെ തന്നെ അതിന് വിട്ട് കടന്ന വിലക്കായി പോകരുത്. അങ്ങനൊക്കെ ഒരുപാട് നിബന്ധനയുണ്ട്. ഒക്കെ മദ്രസയിൽ പറ്റും. എന്നാലും തുടച്ചാലും നിൽക്കാൻ പറ്റും. അപ്പൊ കാഷ്ടം, മൂത്രം
തുടച്ചാൽ നിസ്കാരം പറ്റൂ, എപ്പോഴും അല്ല, എവിടെയല്ല. എന്നാൽ ഒരു ഉറ്റി കണ്ണ്, ഒരു ഉറ്റി ബ്രാൻഡി, ഒരു ഉറ്റി വിസ്കി കുപ്പായത്തിലോ കൈമലോ എവിടെങ്കിലും ഉറ്റിപ്പോയി, എന്നിട്ട് 1000 പ്രാവശ്യം ക്ലീനക്സ് എടുത്ത് തുടച്ച്, അല്ലെ തുണിയെടുത്ത് തുടച്ച് ബിസ്കറ്റ് നിസ്കാരം പറ്റുമോ? കാട്ടത്തെക്കാൾ ഗൗരവമുള്ള കഴിഞ്ഞാലേ നിസ്കാരം പറ്റും. കാട്ടത്തേക്കാൾ ഗൗരവമുള്ള നജസ്, മൂത്രത്തേക്കാൾ ഗൗരവമുള്ള നജസ് കള്ള്. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ ജിദ്ദയിൽ പ്രസംഗിച്ച് ഞാൻ മദാബിലേക്ക് പോകുന്നു. UAE സമയം ഏകദേശം 2:30. ഒരാൾ വിളിച്ചു പറയും, ഉസ്താദേ, പൂർണ്ണമായി ഞാൻ സാമ്പത്തിക രംഗത്ത് തകർന്നൊരു സമയം. ആ സമയത്ത് അതാ എന്റെ സ്നേഹിതന്മാരെന്നോട് പറഞ്ഞു, മനസ്സമാധാനത്തിന് മദ്യപിക്കണം, മനസ്സമാധാനത്തിന് മദ്യപിക്കണം. അന്ന് നിങ്ങളൊരു ക്ലാസ്സിന് വന്നപ്പോ എന്റെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങളെനിക്കൊരു ദിക്ർ എഴുതി തന്നു. ആ ദിക്ർ ഞാൻ ഇന്നും ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ്, എനിക്ക് ധാരാളം നിയമം തന്നു. ധാരാളം കച്ചവടമുണ്ട്, പീടികയുണ്ട്, ബിസിനസ്സുണ്ട്, റബ്ബ് നിയമത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതായിരുന്നു, പക്ഷെ തിരക്ക് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി. ഞാൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിച്ചു. പിന്നീട് അദ്ദേഹം സിറാജുൽ ഹുദയിൽ വന്നു. അൽഹംദുലില്ലാഹ്, സിറാജുൽ ഹുദയ്ക്ക് സ്ഥിര വരുമാനത്തിന് 10 കോടിയുടെ ഫണ്ട് പ്രഖ്യാപിച്ചത് 3.5 ലക്ഷം ഉറുപ്പികയുടെ ഒരു ചെന്നദ്ദേഹം തരാമെന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിനും സർവ്വ മുഅ്മിനീങ്ങൾക്കും ഇവിടെ ഞാൻ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്, തരുന്നവരുണ്ട്, അതുപോലെ പോയ സ്ഥലത്ത് തന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനു പറഞ്ഞു? അല്പം മനസ്സിന് ടെൻഷൻ വരുമ്പോൾ മദ്യപിക്കണമെന്ന് ഉപദേശിക്കുന്ന സ്നേഹിതന്മാര് ജീവിക്കുന്ന കാലം, കള്ള് കുടിക്കാൻ പറയുന്ന കാലം, നജസ് കുടിക്കാൻ പറയുന്ന കാലം. ചെറുപ്പക്കാരാ, നീ നജസ് കുടിയനാകല്ലേ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. ഞങ്ങളെ മജ്‌ലിസിനെ ദുആ-ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയില്ലേ, നല്ലത് മാത്രം പഠിപ്പിച്ച് ഏറ്റവും വലിയ അല്ലമീനായി ജീവിച്ച് 40 കൊല്ലം മക്കയിൽ ജീവിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു ന്യൂനതയും കാണാത്ത ജനങ്ങൾ. പക്ഷേ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്റെ അധികാരം പോകുമോ, ഞാൻ വലിയവനാണെന്ന ചിന്ത നശിക്കുമോ, ചിന്തകൾ പലതും വന്ന അഹങ്കാരികൾ നബിതങ്ങളെ ആക്രമിച്ചില്ലേ, കല്ലെറിഞ്ഞില്ലേ, കഴുത്തിനതാ തുണി ചുറ്റിയിട്ട് കഴുത്തിന് 2 ഭാഗത്തും അതാ കഴുത്തിന് തുണിയിട്ടിട്ട് കഴുത്ത് ഞെരുക്കി കൊല്ലാൻ നോക്കിയില്ലേ. ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയെ കൊല്ലാൻ വേണ്ടി, ആ നബിയെ കൊല്ലാൻ വേണ്ടി അബൂജഹൽ സംരംഭമൊരുക്കി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയാൻ യുവാക്കൾ വന്നു. വാളും പിടിച്ച് ഇറങ്ങുമ്പോൾ വെട്ടാൻ വന്നതാണ്. പക്ഷേ നേതാക്കന്മാർക്കുണ്ടോ ധൈര്യക്കുറവുണ്ടാകുന്നു. നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ധീരനാകണ്ടേ. ധീരത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, ലക്ഷ്യബോധത്തോടുകൂടെ ലക്ഷ്യത്തിന്റെ സ്ഥാനത്തേക്ക് അണികളെ നയിച്ചു കൊണ്ടുപോകലാണ് നേതൃത്വം. അതിന് നല്ല ധീരത വേണം. അവിടെ അണികൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളിൽ പെട്ടുപോകരുത്. അണികളിൽ ദുസ്വഭാവം ഉണ്ടായാൽ അണികളോട് വെറുപ്പ് പിടിക്കരുത്. പിന്തുടർന്ന അനുയായികളോട് വിനയത്തോടെ താഴ്മയോടെ പെരുമാറണം. ഒരിക്കലും അനുയായികളോട്
ചൂടാകരുത്. അതുപോലെ അനുയായികളെ സ്നേഹിക്കണം. എതിരാളികളുടെ ആരോപണം കേട്ട് പെട്ടുപോകരുത്. അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കരുത്. എതിരാളികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ മനക്കരുത്ത് വർദ്ധിക്കണം. അതേ സമയത്ത് അനുയായികളോട് നല്ല നിലയ്ക്ക് പെരുമാറണം. അനുയായികൾക്ക് കൂടുതൽ വിവരമില്ലാത്തവരുണ്ടാകും. അത്തരം ആളുകൾ അഭിപ്രായങ്ങൾ കേൾക്കണം. പക്ഷേ പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ ഹക്കാണെന്നും ഗുണമാണെന്നും തോന്നുന്നതേ നേതാവ് നടപ്പാക്കാവൂ. അപ്പോൾ എന്റെ അനുയായികൾ എന്നെ കൈയൊഴിക്കുമെന്ന ഭീഷണിയെ ഭയപ്പെടരുത്. ധീരതയോടെ സമൂഹത്തെ നയിക്കണം. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തിയതാണ്. ഒരുപാട് മഹത്വങ്ങളുള്ളവരെ നേതാവാകാൻ പറ്റുമോ? കുറെ അനുയായികളുള്ളത് കൊണ്ട് ഒരാൾ നേതാവല്ല, സ്വഭാവം കൊണ്ട് നേതാവായവനാണ് നേതാവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ നമുക്ക് എത്തിച്ചു തന്ന ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പാടിയില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ധൈര്യമുള്ള, നബി തങ്ങളെക്കാൾ കാരുണ്യമുള്ള, ശത്രുക്കളും കൂടി രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന മറ്റൊരു നേതാവുണ്ടോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കളെ വീട് വളഞ്ഞപ്പോ അവരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അവർക്ക് ശരീരത്തിന് പോറലേൽക്കാതെ അവരെ മുന്നിലൂടെ രക്ഷപ്പെടണമെന്നാണ്, അവരെ മുന്നിലൂടെ ഇറങ്ങിപ്പോകണമെന്നാണ് നബി തങ്ങളെ ചിന്ത. അതിനെന്താണ് കൂട്ടുപിടിച്ചത് ഖുർആനിനെയാണ്. ഖുർആൻ കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യമുണ്ടോ? സൂറത്ത് യാസീൻ ഓതിയാൽ കിട്ടാത്ത വിഷയമുണ്ടോ? സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലമല്ലേ? വല്ലാത്ത സൂറത്തല്ലേ സൂറത്ത് യാസീൻ. അതുകൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് യാസീൻ കേട്ടുകൂടാ, യാസീനോട് ഉപദേശം പിടിക്കും. കാരണം ഒരു യാസീനിന്റെ എതിരാളികളാണ്. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ശത്രുക്കളെ മുന്നിലേക്ക് സൂറത്ത് യാസീൻ ഓതിയിട്ട് ധൈര്യപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഖുർആൻ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ, സൂറത്ത് യാസീനല്ലേ. യാസീൻ അവിടത്തേക്ക് തന്നെ പേരുമില്ലേ. യാസീൻ സൂറത്തിലെ വിഷയങ്ങളൊക്കെ വലിയ ഗൗരവമുള്ളതല്ലേ. സർവ മുജാഹിദിനും സൂറത്ത് യാസീനിൽ മറുപടിയില്ലേ? അബൂജഹലിനെ പോലെയാണ് സുന്നികളെന്നല്ലേ അവർ പറയാറ്? അല്ല, സുന്നികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹതയില്ലെന്ന് 70,000-ഉം അതിനപ്പുറവും ചൊല്ലുന്നവരല്ലേ, വിശ്വസിക്കുന്നവരല്ലേ? അബൂജഹലും കൂട്ടരുമോ? യാസീൻ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം കിട്ടാൻ വേണ്ടി അവർ അമ്പിയാക്കളെയല്ല സ്വീകരിച്ചത്, അവർ ഔലിയാക്കളെയല്ല വിളിച്ചത്. പിന്നെയോ വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അവര് വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ച് ദൈവങ്ങളെ ആണ് സഹായത്തിന് വിളിച്ചത്. ഒരിക്കലും സുന്നികളും അബൂജഹലും ഒരുപോലെയല്ലെന്ന് വ്യക്തമായി പറയുന്ന ആയത്ത് സൂറത്ത് യാസീനിലില്ലേ? ആ സൂറത്ത് യാസീനിൽ വഫാത്തിന്റെ ശേഷം ഔലിയാക്കളെ സംസാരിച്ചതില്ലേ? അലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി. എറിഞ്ഞു കൊന്നുകളഞ്ഞ ജനങ്ങളോട് സാദാപത്തോടെ അബീബുന്നജാദ് റളിയല്ലാഹു അൻഹു പറയാണ്, മരണത്തിന്റെ ശേഷം എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നതും വജഅലനീ മിനൽ മുക്രമീൻ, മരണശേഷം കറാമത്തുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തിയതും എന്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനിയെങ്കിലും എന്നെ കൊന്നവര് നന്നായെങ്കിൽ എത്ര നന്നായിരുന്നു. സഹതാപത്തോടെ
വഫാത്തിന് ശേഷം സംസാരിച്ച വലിയന്റെ ചരിത്രവും മരണശേഷം കറാമത്തുണ്ടെന്നുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിവരം പറയുന്ന സൂറത്തല്ലേ സൂറത്ത് യാസീൻ. അത് ഓതുമ്പോൾ പുത്തൻവാദിക്ക് ദേഷ്യം പിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. യാസീൻ ധാരാളം ഓദിക്കോ മുസ്ലിമീങ്ങളെ. ആ യാസീൻ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീട്ടിൽ നിന്ന് വാള് പിടിച്ചിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിലേക്ക് ഇറക്കുകയാണ്. ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ പൊടിമണ്ണ് കുറച്ച് കയ്യിലേക്ക് വാരിയെടുക്കുകയാണ്. ജലപീരങ്കി ഉപയോഗിച്ച് രാജ്യത്തെ പൗരന്മാരെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഈ രാജ്യത്തിലെ പൗരന്മാരെ അതാ ശരീരത്തിന് പരുക്കില്ലാതെ തിരിച്ചേക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാര് ജലപീരങ്കി ഉപയോഗിക്കുന്നത് കണ്ടില്ലേ? ആ ജലപീരങ്കി ഉപയോഗിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിച്ച നേതാവാരാണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 1400ഓളം കൊല്ലങ്ങൾക്കും ജലപീരങ്കിയില്ല. പക്ഷേ വന്ന ശത്രുക്കൾക്ക് പരിക്കേൽക്കാതെ തിരിച്ചേക്കാൻ വേണ്ടി അത് ആ പൊടിമണ്ണ് വാരിയെടുക്കുകയാണ്. കരിക്കല്ലല്ല, കുപ്പിച്ചില്ലല്ല, അമ്പല്ല, വാളല്ല, കത്തിയല്ല, ഒരു പൊടിമണ്ണ് വാരിയെടുത്തിട്ട് ശഹദിൽ ശത്രുക്കളുടെ തലയിലേക്ക് എറിഞ്ഞ പാർക്കും പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ സൂറത്ത് യാസീൻ ഓതിയിട്ടുള്ള ഇറക്കമല്ലേ, ഒന്നെങ്കിൽ മയങ്ങിപ്പോയി, എല്ലാവരും ഒന്നെങ്കിൽ ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുന്നിലൂടെ ധൈര്യപൂർവ്വം ഇറങ്ങിയെന്ന് പോയി. സുബ്ഹാനല്ലാഹ്. ദാറുൻ നദ്വത്ത് എന്ന നദ്വത്ത് ഓഫീസിൽ യോഗം ചേർന്ന് നബിതങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്ന അന്നത്തെ ദീനിക വിരോധികളിലെ അബൂജഹലിന്റെ കക്ഷികൾ നിരാശരായപ്പോ അബൂജഹൽ പറഞ്ഞതെന്താണ്? 100 ഒട്ടകം തരും മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ. ഇത്ര വലിയ വിരോധിയായ അബൂജഹല്, ആ അബൂജഹല് നരകത്തിൽ കിടക്കും, സംശയമില്ല. നരകത്തിലെത്തി ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടാണ് ഉമ്മമാരെ, 70 ഇരട്ടി ചൂടാണ് കാരണവന്മാരെ, 70 ഇരട്ടി ചൂടാണ് ചെറുപ്പക്കാരെ. ഇവിടെയുള്ള തീ കൊണ്ട് തിളച്ച വെള്ളമൊന്ന് മുഖത്ത് പറഞ്ഞാൽ തോരുവിഞ്ഞില്ലേ, പഴുത്തില്ലേ, പൊക്കിള പൊങ്ങിയില്ലേ? നരകത്തിലെത്തി ക്ഷമിക്കാൻ കഴിയുമോ? ആ ജഹന്നമാകുന്ന നരകത്തിന് ഞങ്ങളെ വിറകാക്കരുതേ റഹ്മാനേ. ജഹന്നമിൽ പോയി അബൂജഹല് വീഴുമ്പോ അബൂജഹലിന്റെ ശരീരത്തിൽ പൊക്കിള പൊങ്ങുന്നു, ശരീരം പഴുക്കുന്നു, നീരൊലിക്കുന്നു, ചലമൊലിക്കുന്നു. ആ ചലം നക്കേണ്ടി വന്നാൽ, ആ ചലം കുടിക്കേണ്ടി വന്നാൽ അവനേക്കാൾ ഗതികെട്ടവൻ ആരാണ്? ചെറുപ്പക്കാരാ, ആരാണ് അബൂജഹലിന്റെ ചലം കുടിക്കുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യരിത മുസ്കിറൻ, വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ, കള്ള് കുടിച്ചാൽ, ബ്രാൻഡി കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, വാറുത്തീറുമായി നടന്നാൽ, വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ അല്ല ഏറ്റെടുത്ത കാര്യമാണ് തീരത്തുൽ ഖബാൽ, അവരെ അമ്മ തീരത്തുൽ ഖബാല് കുടിപ്പിക്കും. എന്താണ് തീരത്തുൽ ഖബാല്? അവിടുത്തെ മറുപടി അറഖു അഹ്ലിന്നാർ ഔസാറതു അഹ്ലിന്നാർ. നരകത്തിൽ കിടക്കുന്ന അബൂജഹലിന്റെ വ്യക്തിത്വത്തിന്റെ ശൈബത്തിന്റെ, ഫിർഔനിന്റെ, നമ്രൂദിന്റെ, ഖാറൂനിന്റെ അവരെ ശരീരത്തിൽ ഒലിക്കുന്ന നീരാണ്, അവരെ ശരീരത്തിൽ ഒലിക്കുന്ന ചരമാണ് തീരത്തുൽ ഖബാൽ. അതിൽ ലഹരി കുടിക്കുന്നവരെ അള്ള കുടിപ്പിക്കും. ഓ ചെറുപ്പക്കാരാ, ഈ ലോകത്ത് ജീവിച്ച് മരിച്ചിട്ട് പിന്നെ അബൂജഹലിന്റെ ചല കുടിക്കേണ്ട ഗതികേട് വന്നാൽ നിന്നെ പോലെ ഗതികെട്ടവരുണ്ടോ? ഇവിടെ കുടിച്ചത് നീ നജസ്, അവിടെ നക്കുന്നതും നജസ്. ഒരിക്കലും തന്നെ നീ മദ്യപാനിയാകല്ല. നിന്റെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ വല്ല നിമിഷത്തിലും ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ
ഈ മജ്‌ലിസ് റബ്ബിനോട് മാപ്പ് പറയാനുള്ള മജ്‌ലിസാണ്, ഇൽമിന്റെ മജ്‌ലിസാണ്, മുതഅല്ലിമീകളുള്ള മജ്‌ലിസാണ്, അലിമീകളുള്ള മജ്‌ലിസാണ്, ഒരുപാട് മുഅ്മിനീകളുള്ള മജ്‌ലിസാണ്. വീട്ടിൽ പോയി കിടന്നുറങ്ങാതെ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പറയുന്ന സദസ്സ്, ആ ഒരൊറ്റ ചിന്തയിൽ വന്നവരല്ലേ നിങ്ങൾ, നിങ്ങളോട് കടപ്പെട്ടവരല്ലേ ഞാൻ. പഠിച്ചത് പറയാൻ നിങ്ങൾ എനിക്ക് മൈക്ക് തന്നില്ലേ, പഠിച്ചത് പറയാൻ നിങ്ങൾ എനിക്ക് സ്റ്റേജ് തന്നില്ലേ, പഠിച്ചത് പറയാൻ നിങ്ങൾ എനിക്ക് സൗകര്യം തന്നില്ലേ, നിങ്ങളോട് കടപ്പെട്ടവരല്ലേ ഞാൻ. എന്റെ ഉത്തരവാദിത്വമല്ലേ ഞാൻ പഠിച്ചത് പറയുക എന്നത്, അതിന് സൗകര്യം തന്നവരല്ലേ എന്റെ സദസ്സിലുള്ള നിങ്ങൾ. റബ്ബേ, ഞങ്ങളെ സദസ്സിലുള്ളവർക്കും ഞങ്ങളെ സദസ്സിൽ ഇതുവരെ പങ്കെടുത്തവർക്കും ഇനി പങ്കെടുക്കുന്നവർക്കും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഭാര്യമാർക്കും മക്കൾക്കും ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർക്കും ഈ മാപ്പ് നൽകണേ റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരേ, അബൂജഹലിന്റെ ചരം കുടിക്കാൻ ഞാനില്ല. ഏത് സ്നേഹിതരെന്നെ എന്തുപദേശിച്ചാലും ഞാനതിനില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണേ. ജീവിതം കുറഞ്ഞ കാലമാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നത് കാറിലാണ്, നാളെ കയറാനുള്ളത് മയ്യത്ത് കെട്ടിലാണ്. ഇന്നിപ്പോൾ കണ്ണിന്റെ മേലെ വെച്ചത് കണ്ണടയാണ്, നാളെ വെക്കാനുള്ളത് പരിധിയാണ്. ഇപ്പോൾ എന്റെ കൈന്റെ ശരീരത്തിൽ നല്ല ഷർട്ടാണ്, തലപ്പാവാണ്, തുണിയാണ്. നാളെ ഇത് മുതുകക്കൾ തുണി കൊണ്ട് കഫൻ ചെയ്യുന്ന ശരീരമാണ്. ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ വീട്ടിലെ സിറുമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ തുറന്നു തരികയാണ്. നിങ്ങളെ കട്ടിലും കിടക്കലും വലിക്കൊഴിച്ചു തരികയാണ്. നാളെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി മണ്ണിൽ വെക്കുന്നവരാണ്. ഓ മുഅ്മിനീങ്ങളെ, മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ ഭൗതിക താൽപര്യങ്ങളിൽ മുഴുകി സ്ഥാനമാനത്തിന് വേണ്ടി കടിപിടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് പരസ്പരം നശിച്ചാഹരം നശിപ്പിക്കുന്നവരിൽ പെട്ടുപോകാതെ പടച്ചറപ്പിന്റെ മലായികത്ത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും എഴുതി വെക്കുന്നുണ്ടെന്ന ബോധത്തോടെ ആഹ്റം ചിന്തിച്ച് ജീവിച്ച് മരിക്കണം കേട്ടോ. അധികം ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. എല്ലാവരും ഇവിടെ മദ്രസയിലെയും അതുപോലെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ കഴിവിന്റെ പരമാവധി സഹായം നൽകണം. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം.